ഹായ് ഗേസ്, വെൽക്കം ടു ആര്യരാജ്. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പുതിയ ചീര പരിചയപ്പെടുത്താനാണ് വന്നത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ ഈ ചീര? ഇതാണ് ഷുവർ ചീര. അല്ല, ഇതിൻ്റെ കൂടെ അങ്ങനെ പൊങ്ങി അപ്പുറത്തോട്ടാണിത് കിടക്കണത്. കണ്ട, നല്ല തഴച്ച് നിൽക്കുകയാണ്. നല്ല ഒരു ചീരയാണിത്. ഷുവറിന് പറ്റിയ ഒരു മരുന്ന് പോലെ നമുക്കിതിനെ ഉപയോഗിക്കാം. ഈ ചീര തോരൻ വെച്ച് കഴിക്കണം, എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇത് പെട്ടെന്ന് പൊടിച്ച് കിട്ടും കേട്ടോ. ഈ കൊമ്പുകളൊക്കെ ഇതാ, നമുക്കതിങ്ങനെ പെട്ടെന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ പൊടിച്ചും കിട്ടും, തൊട്ടാൽ ഒടിഞ്ഞും പോവും. അങ്ങനത്തെ ഒരു ഇനമാണിത്. അത് കാരണം ഞാൻ കുറേ കണ്ട ഒടിച്ചൊടിച്ചിട്ടിരിക്കുന്നു. ഇനി പടന്ന് വന്നപ്പോൾ കുറേയൊക്കെ അങ്ങ് ഒടിക്കും. നമ്മൾ ഈ ഇതിൻ്റെ ഇല പറിക്കുമ്പോൾ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് കൊണ്ട ഒടിഞ്ഞു വരും. നമ്മൾ ഈ ഇല എങ്ങനെയാണ് പറിച്ചെടുക്കണമെന്ന് അറിയാമോ? ഇതാ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ ഇതിനെ നുള്ളി അടുക്കി എടുക്കണം. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാൻ നല്ല എളുപ്പമുള്ളതാ. നെട്ട് വേണ്ട, നമുക്ക് നെട്ടില്ലാത്തതാ. ഇങ്ങനെ പിടിച്ചതാ, ഇങ്ങനെ അടുക്കി ഒരടുക്ക്, ഒരു കൈ നിറയെ ഉള്ള ഒരു അടുക്ക് മതി നമുക്ക് തോരൻ വയ്ക്കാം. ഇതും ചക്കക്കുരുവും കൂടെ ചേർത്ത് തോരൻ വയ്ക്കണം. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ചോറുണ്ണാൻ മാത്രമല്ല, നമുക്ക് ചായക്ക് തന്നെ ഇത് ചവച്ച് കഴിച്ച് ചായ കുടിക്കാം. അത്ര നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണിത്. ഇതിനെ ഒരു കമ്പ് വെച്ച് പൊടിപ്പിച്ചാൽ മതി, നമുക്ക് ഇഷ്ടം പോലെ പടന്നങ്ങ് കയറും. ഇതുണ്ടോ, ഇതിൻ്റെ പടി കണ്ടോ, എന്ത് വലിപ്പമൊന്നും കണ്ട, നല്ല തടിയായിട്ട് നിൽക്കുകയാണ്. ഒരു മൂട് കൂടി കണ്ടാൽ ഞാൻ അത് പിഴുത് കളഞ്ഞു. ഒരു മൂട് മതി. കണ്ട, നല്ല ഒരു ചീരയാണ്. ചോറ് കെട്ടാനൊക്കെ നല്ല എളുപ്പം. ഇത് ഒരു മൂട് വെച്ച് പിടിപ്പിച്ചാൽ, ഇതിപ്പോൾ പിടിച്ചാൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇത് ഒടിഞ്ഞു പോയെന്ന് വരാം. അതാ ഒടിയാൻ തുടങ്ങി. അതൊക്കെ പിടിച്ചെടുക്കണം. രാവിലെ നമുക്ക് ചോറ് കെട്ടാനൊക്കെ എന്ത് എളുപ്പമെന്ന് അറിയാമോ. കറി വയ്ക്കാൻ വേറെ ഒന്നുമില്ലെങ്കിൽ ഓടി വന്നതുപോലെ ഒരു കൈ നിറയെ പറിച്ചെടുത്തോണ്ട് പോയാൽ തേങ്ങയും കൂട്ടി തോരൻ വെച്ചാൽ ചോറ് കെട്ടാനും ആവും, ബാക്കി നമുക്ക് ഉച്ചയ്ക്കുള്ള ഓതാവും. അല്ല, തൊട്ടാൽ ഒടിഞ്ഞു പോകും. ഇങ്ങനെ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞു. ഇതിന് ശക്തിയില്ല, കൊണ്ടയ്ക്കൊട്ടും ബലമില്ല, പെട്ടെന്ന് ഒടിഞ്ഞു പോകും. ഇത് ഇത്രയല്ല, നമുക്കൊരു 2-3 ദിവസത്തേക്കാവും. പറിച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി, ഇല്ലെങ്കിൽ കെട്ടിയോ റബ്ബർ ബാൻഡ് ആയാലും മതി, ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഓരോ പിടിയായിട്ട് എടുത്തുകൊണ്ട് വന്ന് അരിഞ്ഞ് തോരൻ വയ്ക്കാം. നല്ല ഒരു കറിയാവും. അപ്പം ഇതെങ്ങനെയാണ് തോരൻ വയ്ക്കുന്നതെന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇല വെച്ച് ഇതെന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കാണാം. വരും, അങ്ങോട്ട് പോകാം. ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. പുഴുവോ വല്ലതോ അടിയിലുണ്ടോ എന്ന് നോക്കിക്കോണം കേട്ടോ. പുഴുവൊന്നും കാണുക, നമ്മൾ പറിച്ചെടുക്കുമ്പോഴേ ശ്രദ്ധിച്ചാൽ പുഴുവൊന്നും ഇല്ലാതെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ പുഴു വല്ലതും ഉണ്ടോ എന്ന് ഞാൻ നോക്കിക്കോണം. എന്നിട്ട് ഇങ്ങനെ കഴുകി എടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ അത്രയും കട്ട് ചെയ്തെടുക്കും. ഇതുപോലെ അത്രയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമ്മളെ കൈ ഇങ്ങനെ വിട്ടാലും അത് വിട്ടുപോകില്ല. അതിലേക്ക് വേണ്ടിയാണ് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇടുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കണം. അതിൻ്റെ കൂടെ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കടുകെല്ലാം പൊട്ടിയതിന് ശേഷം ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കണം. ഉഴുന്നും പരിപ്പ് മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. നല്ല മൂത്ത് ചുവന്ന പരുവത്തിൽ വരുമ്പോൾ നമ്മൾ ചക്കക്കുരു കണ്ടോ, ചക്കക്കുരു ഇതുപോലെ ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞെടുക്കണം. ചക്കക്കുരു ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ചക്കക്കുരു ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. ചക്കക്കുരു ഇഷ്ടമുള്ളവർ ഇതുപോലെ ചക്കക്കുരു ഒരു 10-15 എണ്ണം നീളത്തിൽ അരിഞ്ഞ് ഇതുപോലെ എടുക്കും. എന്നിട്ട് ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചീരയ്ക്ക് നല്ല വേവുണ്ട് കേട്ടോ.
ചീര നല്ല കട്ടിയിലായത് കാരണം ചീരയ്ക്ക് നല്ല വേവുണ്ട്. ചീര മൊത്തം നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുക്കണം. നിരനിരനിരായിട്ട് അരിഞ്ഞ് നല്ല ഭംഗിക്കുക ഇതുപോലെ അരിഞ്ഞെടുക്കണം. എടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്ത് വെന്തതിന് ശേഷം അടപ്പ് തുറക്കണം. അതുവരെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണം. 5 മിനിറ്റ് ഇവിടെ നന്നായിട്ട് വേവട്ടെ. ഈ സമയം തോരന് ആവശ്യമായ കൂട്ട് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചെറിയ ജീരകം, ഒരു 3 വെളുത്തുള്ളി അല്ലി, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങയുടെ എല്ലാ ഭാഗത്തും വരത്തക്കവണ്ണം നന്നായിട്ട് കൈകൊണ്ട് തിരുമി മിക്സ് ചെയ്ത് പരുവാക്കണം. ഇതുപോലെ പരുവാക്കണം. തോരൻ വെന്തോന്ന് നോക്കണം. ഞാൻ ഒരു പ്രാവശ്യം തുറന്ന് ഇളക്കി ഇട്ട് കൊടുക്കും കേട്ടോ. അതുപോലെ നിങ്ങൾ ചെയ്യണം. കുരു വെന്തോന്ന് നോക്കാൻ വേണ്ടി കുരുവിനെ ഇങ്ങനെ അമർത്തിയാൽ മതി. ഇത് 2ആയിട്ട് പൊട്ടിക്കുമ്പോൾ അറിയാൻ മതി ഇത് വെന്തോ. അരിവായി ഇതിലോട്ട് നമുക്കിനി കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ചീരയുടെ എല്ലാ ഭാഗത്തും കൂട്ട് വരത്തക്കവണ്ണം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടെ നമ്മൾ ഇതിനെ അടച്ച് വയ്ക്കണമെങ്കിൽ ഇതെല്ലായിടത്തും കൂട്ട് പിടിച്ച് നല്ല പരുവായി വരത്തുള്ളൂ. കണ്ടോ, കാണാൻ തന്നെ എന്തൊരു ഭംഗി നോക്കിയേ. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ചക്കക്കുരുവിൻ്റെ ആ നീളത്തിലുള്ള വെളുവളായിട്ട് കിടക്കുന്ന ഒരു പീസുകളും നമ്മൾ ഈ 2 മിനിറ്റ് കൂടി മൂടി വയ്ക്കണം. ആഹാ, ഷുവർ ചീര തോരൻ റെഡി. ഇനി നമുക്ക് ഇതും കൂട്ടി ഒന്ന് ഊണ് കഴിച്ചാലോ? വരും, നമുക്കൊന്ന് ഊണ് കഴിക്കാം. തോരൻ റെഡി. അപ്പോൾ നമുക്ക് ചോറ് കഴിച്ചാലോ? ചൂട് ചോറ്, മുട്ട ഓംപ്ലേറ്റ്, തൈര്, തക്കാളി, പച്ചമുളക്, ഉള്ളി ചേർത്ത സലാഡ്, മാങ്ങ അച്ചാറ്, ചിക്കൻ കറി, ചീരത്തോരൻ. ഇതാണ് നമ്മുടെ പ്രധാന വിഭവം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇതെല്ലാം കൂട്ടി ഒന്ന് ഊണ് കഴിച്ചാലോ? എന്തൊരു ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ആദ്യം തോരൻ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. എന്തൊരു ടേസ്റ്റ്! നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള തോരൻ വിഭവങ്ങളുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.